ഹലോ എവരി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് എന്തൊക്കെ കമാൻഡ് കൊടുത്തിട്ട് നമ്മൾ ടെക്സ്റ്റ് ചെയ്തിട്ട് അത് ഒരു ഇമേജ് ആക്കി മാറുന്നതാണ്. അതായത് നമുക്ക് എന്ത് കമാൻഡ് കൊടുക്കണോ ആ കമാൻഡ് കൊടുത്താൽ അതേ നമ്മൾ വിചാരിച്ച ഇതിൽ നമുക്ക് ഒരു ഇമേജ് ആയിട്ട് കിട്ടും. നമ്മൾ ടെക്സ്റ്റ് ചെയ്ത് കൊടുത്താൽ അതൊരു ഇമേജ് ആക്കി കിട്ടുന്ന ഒരു AI വെബ്സൈറ്റാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ പേരാണ് കോപൈലറ്റ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കോപൈലറ്റിൻ്റെ സൈറ്റിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്ത് കമാൻഡാണോ വേണ്ടത് അത് നമ്മൾ ടെക്സ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് പിക്ചറായി വരും എന്നതാണ് ഈ ഒരു AI സൈറ്റിൻ്റെ പ്രത്യേകത. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഞാൻ എൻ്റെ കമാൻഡ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് കമാൻഡാണോ കൊടുക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ടെക്സ്റ്റ് ചെയ്യുക. നമ്മൾ ഓരോ കാര്യവും കൃത്യമായിട്ട് കൊടുത്താലേ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഇമേജ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മൾ മനസ്സ് കണ്ടാൽ AIക്ക് അത് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ആ ടെക്സ്റ്റ് ചെയ്യുന്നതിന് മുമ്പായി ആദ്യം തന്നെ ക്രിയേറ്റ് ഇമേജ്, ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറയണം. അതിന് ശേഷം നമുക്ക് എന്ത് ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത്, ഇതിലെന്താണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ഗാർഡൻ ബാക്ക്ഗ്രൗണ്ട് വേണം. ഒരു കുട്ടി ഒരു ബ്ലൂ ഫ്രോക്ക് ധരിച്ചിട്ട് ഹെയർ ബാൻഡ്സും ബാംഗിൾസും ഷൂസൊക്കെ ധരിച്ചിട്ടായിരിക്കണം. പിന്നെ ആ ഒരു കുട്ടി ഒരു ഗ്രാസിൻ്റെ മുകളിൽ ഇരിക്കണം. പിന്നെ 3D ആർട്ട് പെയിൻറ്റിങ് റിയലിസ്റ്റിക് ഫോട്ടോ എന്നുകൂടെ നിങ്ങൾ ലാസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയും ചെയ്താൽ നമ്മുടെ എന്താ പറയുക, കമാൻഡ് ഇവിടെ റെഡിയായി. അപ്പം ഈ ഒരു ക്രിയേറ്റ് ഇമേജും 3D ആർട്ട് പെയിൻറ്റിങ് റിയലിസ്റ്റിക് ഫോട്ടോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫസ്റ്റ് ലാസ്റ്റ് കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആണെന്ന് ഞാൻ പറയുന്നു. ഇനി നമുക്ക് ഈ ഒരു കമാൻഡ് സബ്മിറ്റ് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുക. നമുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ഫോട്ടോ നമുക്ക് ലഭിക്കുക. ലെറ്റ്സ് സീ. അപ്പം 4 ഫോട്ടോസാണ് നമുക്ക് ഫസ്റ്റായിട്ട് ലഭിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ ആ ഒരു കുട്ടി ഇവിടെ വന്നിട്ടുണ്ട്, ഒരു ഗാർഡൻ ബാക്ക്ഗ്രൗണ്ടിലാണ്. നമുക്ക് നോക്കാം. ഒരു ഗാർഡൻ ബാക്ക്ഗ്രൗണ്ടിലാണ്, ബാംഗിൾസ് ധരിച്ചിട്ടുണ്ട്, ഷൂസ് ധരിച്ചിട്ടുണ്ട്, ഹെയർ ബാൻഡ്സ് ധരിച്ചിട്ടുണ്ട്, ബ്ലൂ ഡ്രസ്സിലാണ്. ഓക്കെ, കുഴപ്പമില്ലാതെ നമ്മൾ പറഞ്ഞ ഒരു ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ AI നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് 4 ഫോട്ടോസ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. 4 ഫോട്ടോസ് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അതും ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽസിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണേൽ കേളി ഹെയർ എന്നൊക്കെ കൊടുത്താൽ ആ ഒരു ഹെയർ സ്റ്റൈലിലും നമുക്ക് കിട്ടും. ഓക്കെ, നല്ല ഹെയർ ബാൻഡ്സ് ഒക്കെ വെച്ചിട്ട് നല്ല കുഴപ്പമില്ലാത്ത ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽസാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇപ്പം കിട്ടിയ ഫോട്ടോസ് 3 ഞാൻ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിൽ ചപ്പലാണ്, ഷൂ ആണ് നമ്മൾ കൊടുത്തത് എന്നാലും. ഓക്കെ, ഇപ്പം കൊടുത്ത 3 എന്താണ്, നമ്മൾ 4 ഫോട്ടോസ് നമുക്ക് AI തന്നു. അപ്പം ഇതേ സാധനം നമുക്ക് ഒന്നുകൂടെ ഇതേ കമാൻഡ് ഒന്നുകൂടെ കൊടുത്തു നോക്കാം. അപ്പം AI ഇതേ പിക്കാണോ തരിക അല്ലെങ്കിൽ വേറെ ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ക്രിയേറ്റ് ആയി വരുന്നതേ ഉള്ളൂ. ഓക്കെ, വന്നു. അപ്പം നേരത്തതിൽ നിന്നും നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഏകദേശം അതാണെങ്കിലും ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്, ഹെയർ സ്റ്റൈൽസ് മാറിയിട്ടുണ്ട്. ഓരോ ടൈമും നമ്മൾ കൊടുക്കുമ്പോൾ ഓരോരോ പിക്ചേഴ്സാണ് വരുന്നത് അല്ലേ. അപ്പം നമുക്ക് പിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കോപൈലറ്റ്. AI നമ്മുടെ മനസ്സിൽ എന്താണോ വരുന്നത് അത് നമ്മൾ ടെക്സ്റ്റ് ചെയ്ത് കൊടുത്താൽ AI നമുക്കത് തരുന്നുണ്ട്. അപ്പം നമുക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യാം, ഇതേ സാധനം തന്നെ ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇതേ കമാൻഡ് ഒന്നുകൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. AI നമുക്ക് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജസ് തരും നമ്മൾ വിചാരിക്കുന്നു. ഈ ഇമേജസൊക്കെ നല്ല ഇമേജസാണ്, കണ്ടില്ലേ.
ഇനി ഒരു ചൈൽഡാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് കുട്ടി തന്നത്. ഇനിയിപ്പോൾ നമ്മളൊരു വുമൺ പറഞ്ഞാൽ നമുക്കൊരു വുമണ് കിട്ടും. പിന്നെ നമുക്ക് ഏത് ഏജ് പറഞ്ഞാൽ ഏജ് അനുസരിച്ച് കിട്ടും. ഓക്കെ, കണ്ടോ? ഇപ്പം അതിൽ നിന്നും തനിയെ ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് പിന്നെയും കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം കോപ്പൈലറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞത് നമുക്ക് എന്ത് കമാൻഡാണോ കൊടുക്കേണ്ടത് ആ കമാൻഡ് കൊടുത്താൽ കമാൻഡ് കൊടുത്ത് അതിന് മുമ്പിൽ കമാൻഡ് കൊടുക്കുന്നതിന് മുമ്പിലായിട്ട് ക്രിയേറ്റ് ഇമേജ് എന്നുകൂടി കൊടുത്ത് കമാൻഡ് എഴുതി സബ്മിറ്റ് ചെയ്താൽ നമുക്കിതുപോലെ ഇമേജസ് കിട്ടും. അതും ഓരോ പ്രാവശ്യം ഓരോരോ ഇമേജസാണ് കിട്ടുന്നത്. നമ്മളിപ്പം ഒരു പ്രാവശ്യം അടിക്കുകയാണെങ്കിൽ 4 ഇമേജസാണ് കിട്ടുന്നത്. പിന്നെ അത് മാറ്റി വേറെ അടിക്കുമ്പോൾ വേറെയാണ് കിട്ടുന്നത്. കണ്ടോ, ഇവിടെ കിട്ടിയതല്ല ഇവിടെ കിട്ടിയത്. തന്നെ ഡിഫറൻസ് ഉണ്ട്, ഇവിടെയും ഡിഫറൻസ് ഉണ്ട്. കണ്ടോ? അപ്പം അതാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അപ്പം എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി.